ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ സർക്കാരുണ്ടാക്കാൻ ഇന്ത്യ സഖ്യം ശ്രമം തുടങ്ങി. സഖ്യത്തിൻ്റെ നിർണായക യോഗം ഇന്ന് നടക്കും. ഇന്ത്യയ്ക്കൊപ്പമുള്ള ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായും ടി.ഡി.പി നേതാവ് ചന്ദ്രബാബു നായിഡുമായും കോൺഗ്രസ് ചർച്ചകൾ നടത്തുന്നു. ഇവർക്ക് രണ്ടുപേർക്കും പ്രധാന സ്ഥാനങ്ങൾ നൽകും. 292 സീറ്റുകളാണ് എൻ.ഡി.എക്കുള്ളത്. ഇതിൽ 28 സീറ്റുകൾ ജെ.ഡി.യുവിൻ്റെയും ടി.ഡി.പിയുടെയുമാണ്. ഇന്ത്യ മുന്നണിക്ക് 234 സീറ്റുകളുണ്ട്. ജെ.ഡി.യു, ടി.ഡി.പി എന്നീ പാർട്ടികൾ ഈ സഖ്യത്തോടൊപ്പം ചേർന്നാൽ 262 സീറ്റിലേക്ക് ഉയരും. മറ്റ് പാർട്ടിക്കാരിൽ നിന്ന് ചിലരെ ഒപ്പം കൂട്ടിയാൽ 272 സീറ്റുകൾ തികയ്ക്കാം. എന്നാൽ ചന്ദ്രബാബു നായിഡു എൻ.ഡി.എക്കൊപ്പമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ടി.ഡി.പിയെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ്. 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യത്തിൽ നിന്നകന്ന് ടി.ഡി.പി പിന്നീട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും എൻ.ഡി.എയിലെത്തിയതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 5 തവണയാണ് നിതീഷ് കുമാർ മുന്നണി മാറി രാഷ്ട്രീയ പരീക്ഷണം നടത്തിയത്. ഇത് മനസ്സിലാക്കിയാണ് മമതാ ബാനർജി നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി ഇന്ത്യ സഖ്യത്തിനൊപ്പം കൂട്ടാൻ രംഗത്ത് വന്നത്. നമ്മുടെ കീഴ്വഴക്കമനുസരിച്ച് ആദ്യം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ ബി.ജെ.പിയെ തന്നെ സർക്കാരുണ്ടാക്കാൻ രാഷ്ട്രപതി ക്ഷണിക്കും. വിശ്വാസ വോട്ട് തേടി സർക്കാർ ഉറപ്പിക്കുന്നതുവരെ കാറ്റെങ്ങോട്ട് വീശുമെന്ന് പറയാനൊക്കില്ല. വിശ്വാസ വോട്ട് പരാജയപ്പെട്ടാൽ അടുത്ത ഊഴം ഇന്ത്യ മുന്നണിക്കാണ്. ഈ തട്ടിക്കൂട്ടലിന് ശ്രമിക്കുന്ന 2 മുന്നണികൾക്കും ഉറച്ചിരുന്ന് ഭരിക്കാൻ പറ്റിയെന്ന് വരില്ല. ആരെങ്കിലും ഒന്ന് മീശ വിരിച്ചാൽ സർക്കാർ വിറയ്ക്കും. വിറപ്പിക്കാൻ മിടുക്കരാണ് ഈ കക്ഷികളും.